ചോദ്യം 1. ഗാന്ധിജിയുടെ ജനനം എന്ന് എവിടെ വച്ചായിരുന്നു? ഉത്തരം 1869 ഒക്ടോബർ 2 ഗുജറാത്തിലെ പോർബന്തറിൽ. ചോദ്യം 2. ഗാന്ധിജിയുടെ മാതാപിതാക്കള് ആരെല്ലാമായിരുന്നു? ഉത്തരം പിതാവ് കരംചന്ദ്, മാതാവ് പുത്ത് ലീഭായി. ചോദ്യം 3. ഗാന്ധിജിയുടെ യഥാർത്ഥ പേര് എന്തായിരുന്നു? ഉത്തരം മോഹൻദാസ് കരംചന്ദ് ഗാന്ധിജി. ചോദ്യം 4. ഗാന്ധിജി വിവാഹം കഴിച്ചതാരെ? എന്ന്? ഉത്തരം കസ്തൂർബായെ 1883 തന്റെ 14-ാം വയസ്സിൽ. ചോദ്യം 5. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചിട്ടുണ്ട്? ആദ്യ സന്ദർശനം എന്നായിരുന്നു? ഉത്തരം 5 തവണ. 1920 ആഗസ്റ്റ് 18 ഖിലാഫത്ത് സമരത്തിന്റെ പ്രചരണാർത്ഥം ആദ്യമായി കോഴിക്കോട്ടെത്തി. ചോദ്യം 6. ഗാന്ധിജിയെ ആദ്യമായി രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചതാര്? ഉത്തരം സുഭാഷ് ചന്ദ്രബോസ്. ചോദ്യം 7. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യം സംബോധന ചെയ്തത് ആരാണ്? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. ചോദ്യം 8. ഗാന്ധിജി നടത്തിയ ആദ്യ സത്യഗ്രഹ സമരം ഏതായിരുന്നു? ഉത്തരം 1906 ദക്ഷിണാഫ്രിക്കന് ഭരണകൂടത്തിന്റെ നിർബന്ധിത രജിസ്ട്രേഷൻ നിയമത്തിൽ പ്രതിഷേധിച്ചു. ചോദ്യം 9. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യ സത്യഗ്രഹ സമരം ഏതായിരുന്നു? ഉത്തരം ചമ്പാരൻ സമരം, ബീഹാർ. ചോദ്യം 10. ഗാന്ധിജിയെ അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് വിശേഷിപ്പിച്ചതാര്? ഉത്തരം വിൻസ്റ്റൺ ചർച്ചിൽ. ചോദ്യം 11. സത്യത്തെ അറിയാന് ഏറ്റവും പ്രയോജനപ്പെടുന്നത് എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച ഗ്രന്ഥം? ഉത്തരം ഭഗവത്ഗീത. ചോദ്യം 12. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ആരായിരുന്നു? ഉത്തരം ഗോപാലകൃഷ്ണ ഗോഖലെ. ചോദ്യം 13. ഗാന്ധിജി തന്റെ ആത്മകഥ എഴുതിയത് എന്നാണ്? ഉത്തരം 1922 ജയിൽ വാസത്തിനിടയിൽ. ചോദ്യം 14. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ഗാന്ധിജി ഏത് ഭാഷയിലാണ് എഴുതിയത്? ഉത്തരം ഗുജറാത്തി. ചോദ്യം 15. ഏത് സത്യഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് വല്ലഭായ് പട്ടേലിന് സർദാർ എന്ന പേരുകൂടി ഗാന്ധിജി നൽകിയത്? ഉത്തരം ബർദോളി. ചോദ്യം 16. ഗാന്ധിജിയുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ 2 നാടകങ്ങൾ ഏതെല്ലാമായിരുന്നു? ഉത്തരം ഹരിശ്ചന്ദ്ര, ശ്രാവണകുമാരൻ. ചോദ്യം 17. ദക്ഷിണാഫ്രിക്കയിലെ ഡർബണിൽ നിന്ന് ഗാന്ധിജി പ്രസിദ്ധീകരിച്ച ആഴ്ചപ്പതിപ്പിന്റെ പേരെന്തായിരുന്നു? ഉത്തരം ഇന്ത്യൻ ഒപ്പീനിയൻ. ചോദ്യം 18. കസ്തൂർബ ഗാന്ധി ഏത് ജയിൽ വാസത്തിനിടയിലാണ് മരിച്ചത്? ഉത്തരം ആഘാഖാന് പാലസ്. ചോദ്യം 19. നിയമലംഘന പ്രസ്ഥാനം നിർത്തിവയ്ക്കാന് ഗാന്ധിജിയെ പ്രേരിപ്പിച്ച സംഭവം? ഉത്തരം ചൗരിചൗര സംഭവം. ചോദ്യം 20. ഗാന്ധി സേവാ സംഘം എന്ന സ്ഥാപനം എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം വാർധയിൽ.